അപ്പോൾ അധികം വളച്ചുകെട്ടില്ലാതെ നേരിട്ട് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇതൊരു PM ഇൻറ്റേൺഷിപ്പ് സ്കീം എന്ന് പറഞ്ഞിട്ട് 21 മുതൽ 24 വയസ്സുള്ളവർക്ക് ഉള്ള ഒരു പ്രോഗ്രാമാണ്. അടിപൊളി സാധനമാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനിങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ, നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമൊക്കെ ഇതിൽ പല ഫാക്ടറികളും ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വന്നിട്ട് കുറേ ഇപ്പോൾ ചൈനയിൽ കണ്ടില്ല കുറേ തൊഴിലാളികളെ ആവശ്യമുണ്ട്. അപ്പോൾ 10th മുതൽ അതിൽ 21 വയസ്സ് മുതൽ 24 വയസ്സുള്ളവരെയാണ് ഇവരെടുക്കുന്നത്. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോഗ്രാമാണ്. അതിൻ്റെ പേര് തന്നെ PM ഇൻറ്റേൺഷിപ്പ് സ്കീം 2025 എന്നാണ്. ഇത് ആക്ച്വലി ഡിസംബറിൽ ഉണ്ടായിരുന്നു. അത് ക്ലോസ് ആയി. ഇപ്പോൾ വീണ്ടും ഇത് ഓപ്പണായിട്ട് March 12th വരെ അതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് നല്ലൊരു ഇതാണ്, എസ്പെഷ്യലി ഈ 10th 12th ഗ്രാജുവേഷനുള്ളവർക്ക്. ഞാനിത് നെറ്റിൽ ഫുള്ള് തപ്പി നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ, ഇവർ ഇന്ത്യയിലെ ടോപ്പ് 500 കമ്പനികളിലേക്കാണ് ഇവർ കൊടുക്കാൻ പോകുന്നത്. ഇതിൽ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പോകാൻ പോകുന്നത്. പക്ഷേ 5000 രൂപയുള്ളൂ ഇത്, ഒരു സ്റ്റൈഫൻഡ് പോലെ. പിന്നെ വേറെ കുറച്ച് ബെനിഫിറ്റ് ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെ. കാരണം ഇത് ഫാക്ടറികളിലൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ അപകട ഇൻഷുറൻസും അതെല്ലാം ഹെൽത്തും കവർ ചെയ്യുന്നുണ്ടാവും. പിന്നെ ചെറിയ സ്റ്റൈഫൻഡേ ഉള്ളൂ, 5000 റുപ്പീസ്. ബട്ട് ആ സർട്ടിഫിക്കറ്റിന് നല്ല വിലയുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം ചാൻസ്. ഇതൊരു തുടക്കമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് ഫാക്ടറികൾ വരികയാണ്. ഈ ഫാക്ടറികളിലേക്കെല്ലാം ഈവൻ ദോ ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതൊക്കെ ആണെങ്കിലും കുറേ തൊഴിലാളികളെ ആവശ്യമുണ്ടായിരിക്കും. അപ്പോൾ ബേസിക് ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരെയാണ് അതിന് വേണ്ടത്. ഇപ്പം നമുക്ക് ഇന്ത്യയിൽ ചൈനയെ മറികടക്കാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ട് ഈ തൊഴിലാളികൾ, അതായത് നോളേജുള്ള തൊഴിലാളികളുടെ ക്ഷാമം. ഓക്കെ, അപ്പോൾ അവരെ ട്രെയിൻ ചെയ്തിരിക്കുന്നു. ആക്ച്വലി നമ്മുടെ കോളേജുകളിലോ ITIകളിലോ അങ്ങനെയൊന്നും പഠിപ്പിച്ചിറങ്ങുന്നില്ല. ഒരു സിലബസിൽ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് ഫാക്ടറി പോയി കഴിഞ്ഞാൽ ഒന്നും അതിനെപ്പറ്റി അറിയില്ല. അതായത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഇത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ 10th 12th ഗ്രാജുവേഷൻ കഴിഞ്ഞവരെ, അത് ഡിപ്പെൻസ് അവരുടെ എന്താണ് പഠിച്ചത്. ഈവൻ ITIയും കൂടിയും പറയുന്നുണ്ട്. ഫോർ കാൻഡിഡേറ്റ്സ് applying based on their educational certificate, ITI matriculation plus ITI in a relevant trade diploma, intermediate and AICTC recognized diploma degree, bachelor's degree from a UGC recognized university. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ നോക്കിയിട്ട് അവരെടുത്തിട്ട് ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് വലിയൊരു വർക്ക് ഫോഴ്സ്, ഫാക്ടറി വർക്ക് ഫോഴ്സ്. കാരണം നമ്മളിപ്പോൾ ഇന്ത്യ പിന്നിലേക്ക് നിൽക്കുന്നത് ഇതിലാണ്, മാനുഫാക്ചറിങ്ങിലാണ്. എന്നാലാണ് ചൈനയെ മറികടക്കാൻ പറ്റൂ. എന്നാലാണ് 3ാം സ്ഥാനത്ത് നമുക്ക് എത്താൻ പറ്റും. അതായത് അമേരിക്ക, ചൈന, അവർ തമ്മിലുള്ള മത്സരം, ചൈന അമേരിക്കനെ മറികടക്കുമോ എന്നുള്ള ഡൗട്ട്, അത് അവർ തമ്മിലാണ്. എങ്ങനെയും നമുക്ക് 1ലേക്കും 2ലേക്കും എത്താൻ പറ്റില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് 5ലാണ്, 5ഉം 4ഉം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതിൻ്റെ 3ാം സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. ജർമ്മനിയെല്ലാം മറികടന്നിട്ട് നമുക്ക് 3ാം സ്ഥാനത്തേക്ക് എന്തായാലും എത്തും. അപ്പോൾ അതിന് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറേ മാനുഫാക്ചറിങ് കമ്പനികൾ വേണം. കുറേ മാനുഫാക്ചറിങ് കമ്പനി ആൾറെഡി വന്നിട്ടുണ്ട്. അവിടെയെല്ലാം പ്രോബ്ലം എന്താ വെച്ചാൽ, അതായത് പണ്ടത്തെ പോലത്തെ മാനുവലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല. നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, റോബോട്ട്, അങ്ങനെയുള്ള ഇക്വിപ്മെൻറ്റ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഈവൻ ദോ ITI കഴിഞ്ഞാലും അങ്ങനത്തെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ വേറൊരു ട്രെയിനിങ് വേണം. അപ്പോൾ ഇവർ പ്രാക്ടിക്കലായിട്ട് 500 കമ്പനിയിലേക്കാണ്, ഇന്ത്യയിലത്തെ ടോപ്പ് 500 കമ്പനിയിൽ, അതായത് ഡിപ്പെൻസ് ഓൺ അവരുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ചാൻസാണ്, ആരും മിസ്സാക്കരുത്. പിന്നെ ഇത് പ്രൈവറ്റോ പൈസയോ ഒന്നും ചോദിക്കുന്നില്ല. അതായത് പ്രൈവറ്റ് കമ്പനിയല്ല, പൈസ ചോദിക്കുന്നില്ല. പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ഇത് റിക്രൂട്ട് ചെയ്യുന്നത്. പക്ഷേ അറിയാം, 5000 റുപ്പീസേ ഉള്ളൂ. പക്ഷേ ആ സർട്ടിഫിക്കറ്റിന് നല്ല വില ഉണ്ടാവും. കാരണം പല കമ്പനികളും അവരെ തന്നെ അബ്സോർവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് ഞാൻ ഊഹിച്ച് പറയുന്നതാണ്. അവരങ്ങനെ പ്രോമിസ് ചെയ്തിട്ടില്ല അതിൽ. ഓക്കെ, അപ്പോൾ അപ്പോൾ ഈ സൈറ്റിൽ ഓക്കെ നോക്കാം. ഇതിൻ്റെ പേര് തന്നെ PM ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം. ഇത് ആക്ച്വലി ഡിസംബറിൽ ഉണ്ടായിരുന്നു, ക്ലോസ് ചെയ്തു ഡിസംബറിൽ. എന്നിട്ടിപ്പോൾ വീണ്ടും വിളിച്ചിരിക്കുക. അതായത് March 12th വരെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതിൻ്റെ ഉള്ളിൽ ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ പറഞ്ഞു. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസ് തന്നെ അതിലുള്ളത്. ഇപ്പോൾ ഈ കാണുന്ന ഡീറ്റെയിൽസ് തന്നെയാണ് അതിലുള്ളത്. അപ്പോൾ ഈ പ്രൈം മിനിസ്റ്റർഷിപ്പ് PM internship MCA.gov.in. അത് പറയുമ്പോൾ തന്നെ gov.in എന്ന് പറഞ്ഞാൽ തന്നെ അത് ഗവൺമെൻറ് സൈറ്റാണെന്ന് മനസ്സിലാക്കാം. ഗവൺമെൻറ് ഇന്ത്യൻ സൈറ്റാണെന്ന്. രജിസ്റ്റർ പ്രൊവൈഡ് ഡീറ്റെയിൽസ്, എലിജിബിലിറ്റി, ഏജ് 21 to 24 ആണ്. റിലാക്സേഷൻ ഉണ്ട് OBC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ. എഡ്യൂക്കേഷൻ കംപ്ലീറ്റഡ്, അതായത് 10th കംപ്ലീറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ 12th കംപ്ലീറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ്. ഇൻകം ആനുവൽ ഫാമിലി ഇൻകം ബിലോ ₹8 lakh.
8 ലാക്സിൻ്റെ താഴെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അവർ അത് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ചോദിക്കും, ഇൻകം ടാക്സ് സർട്ടിഫിക്കറ്റ്. എല്ലാം ജസ്റ്റ് ലൈക്ക് ദാറ്റ് ആണ്, അത് അപ്ലൈ ചെയ്ത് വിട്ടാൽ മതി. ഓക്കെ, ഇൻകം. ഓക്കെ, പിന്നെ ഇതിൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ്സ് വിത്ത് പ്രൊഫഷണൽ ഡിഗ്രി BTech MBA CA എക്സെട്ര ആർ നോട്ട് എലിജിബിൾ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് BTech MBA CA പഠിച്ച ആൾക്കാർ ഇതിൽ അപ്ലൈ ചെയ്യരുത്. അപ്പോൾ ഇതൊക്കെ കിട്ടില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, വലിയൊരു ഫാക്ടറി വർക്ക് ഫോഴ്സിനെ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ കമ്പനികൾ ഓട്ടോമാറ്റിക്കായി വരാൻ തുടങ്ങും. വന്നു കഴിഞ്ഞാൽ ഇവിടെ വെറ്ററി ഈ വർക്ക് ഫോഴ്സിന് നല്ല ട്രെയിൻഡ് വർക്ക് ഫോഴ്സ് ആയിരിക്കും. അതായത് ഇപ്പം നിങ്ങൾ ചൈനയുടെ വർക്ക് ഫോഴ്സിൽ, അതായത് ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുമ്പോൾ വളരെ മിനിമലായിട്ടാണ് ആൾക്കാർ ഇടപെടുന്നത്. ബാക്കിയെല്ലാം ഈ റോബോട്ടും യന്ത്രങ്ങളുമാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇടപെടാനും അതിനെപ്പറ്റി മനസ്സിലാക്കാനും ആ എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യാനും നമുക്ക് നല്ല നോളേജും വർക്ക് എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിന് നമുക്ക് ലക്ഷക്കണക്കിന് അങ്ങനത്തെ വർക്ക് ഫോഴ്സിനെ ഇന്ത്യ ഉണ്ടാക്കിയെടുത്താലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ശക്തിയായിട്ടുള്ള ഇതിലാണ് ഇന്ത്യ ഗവൺമെൻറ്. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഇതിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നിങ്ങളെ വിളിക്കും, ഇൻ്റർവ്യൂ കാര്യങ്ങൾ. അപ്പോൾ ഇത് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു കമൻറ്റ് ഇടുക. ഓക്കെ, എന്നാൽ ഞാൻ കൂടുതൽ ഇതായിട്ട് വരാം.